ഹലോ ഗൈസ്, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ നമുക്ക് ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ കണ്ടാലോ. ഞാൻ രാവിലെ തന്നെ എണീറ്റ് പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് നേരെ പോയി പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ച് അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മച്ച് നല്ല ബീഫ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താനാപ്പ വന്നിട്ടുണ്ട്. അതിന്റെ പിറകെ തന്നെ കിക്കായും സോണിയും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ചേരം കാര്യമൊക്കെ പറഞ്ഞു. സോണിയുടെ ചെക്കനെ വിളിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് മൂത്താപ്പ എത്തിയിട്ടുണ്ട്. അങ്ങനെ വാപ്പച്ചി എന്നെയും സോണിയെ നേരെ സോണിയുടെ വീട്ടിലോട്ടാക്കാണ്. അങ്ങനെ സെമിയാപ്പച്ചിക്കും സീൻറ്റുമാക്കും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ഇതാണ് എന്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ്, എങ്ങനെ എന്റെ രസമുണ്ട്. ഞാനും സോണിയും ഒരേ മോഡലാണ്. ഡെനീമിന്റെ തന്നെ ഒരു ലോങ് ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കണമല്ലോ, അതാണല്ലോ മെയിൻ. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് പെരുന്നാൾ പൈസ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ചാച്ച ബൈ ബൈ പറഞ്ഞു. മുന്നേ എന്നെ വിളിക്കാൻ വന്നു. കാര്യം അഞ്ചു ആദ്യം വീട്ടിലെത്തിയിട്ടുണ്ട്. എന്റെ മൈലാഞ്ചി എങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ വീടെത്തിയപ്പോഴത്തേക്കും അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് കഥയൊക്കെ പറഞ്ഞ് കുറച്ചു നേരം എന്തൊക്കെയോ എവിടെയൊക്കെയോ പഠിക്കാൻ പോകുന്ന എടുക്കാന്നൊക്കെ സത്യമൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഷാഫിക്ക് എത്തിയിട്ടുണ്ട്. ഷമ്മുന്റെ കല്യാണം വരാണല്ലോ. അങ്ങനെ കല്യാണം വിളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും നിൽക്കുകയാണ്. അപ്പോഴേക്കും വാപ്പിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വാപ്പച്ചേത്ത് കോമഡി ഒക്കെ അടിച്ചിട്ട് ഞങ്ങൾ അണ്ടിപ്പരിപ്പും കഴിച്ചിരുന്നു. പിന്നെയാണ് ഓർത്ത് നോക്കി നമുക്ക് ഭയങ്കര ഇരുന്നാൻ പറ്റില്ലല്ലോ, കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് റെഡി ആവുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ മേടിച്ച ലിപ്സ്റ്റിക്കും ബ്ലഷും എടുത്ത് കാണിച്ചു കൊടുത്തു. അതായത് നല്ല രസമുണ്ട് എന്നൊക്കെ കാണിച്ച് അതിൽ ഷെയ്ഡിന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡിന്റെ പേര് വായിച്ചപ്പോൾ മാറിപ്പോയി. അങ്ങനെ അത് ഞങ്ങൾ കേട്ട് ചിരിച്ചു ഉപ്പാടായി. പിന്നെ ബ്ലഷ് അഞ്ചുനും ആദ്യം ഇട്ട് കൊടുത്തു. നല്ല രസം ഉണ്ടായിരുന്നു ആ ബ്ലഷ്. എല്ലാവർക്കും നല്ല ചേരുന്ന ഒരു ബ്ലഷാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹാളിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ടൊക്കെ വന്നിരുന്നു. എല്ലാവർക്കും ഈദ് മുബാറക്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അതിന് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. അടുത്ത പരിപാടി വീണ്ടും റീൽ എടുക്കുക. ഇതാണ് ഞങ്ങൾ കൂടിയാലുള്ള മെയിൻ പരിപാടി. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വന്ന് ലാസ്റ്റ് തളർന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോഴേക്കും സോണി വിളിച്ചു, എടാ നിങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ അവിടെ എത്തി ഒരു ഡാൻസിന്റെ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും റെഡിയായി ഇറങ്ങി. അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂ നെച്ചു എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചേച്ചാ ബേബി പറഞ്ഞ കാര്യം അവർക്ക് പോകണമായിരുന്നു. വീട്ടിൽ 5 മണി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവർ പോകാനായിട്ട് ഇറങ്ങി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം, എനിക്കൊരു മെഹന്തി വർക്ക് ഉണ്ട്. അപ്പൊ എനിക്കിനി അങ്ങോട്ടും പോകണം. അങ്ങനെ പിന്നെ അവരുടെ ചേച്ചാ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ബൈ.